ഇന്ന് നമുക്ക് ഏറ്റവും ഹെൽത്തി ആയിട്ട് നല്ലൊരു ഡ്രിങ്കിന്റെ റെസിപ്പി കണ്ടു നോക്കാവേ. ഒരു തുള്ളി ഫുഡ് കളറോ അതേപോലെ തന്നെ പഞ്ചസാരയോ ഒന്നും തന്നെ ചേർക്കാതെ ഏറ്റവും സിമ്പിൾ ആയിട്ടും നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ വേറെ ഒന്നുമല്ല, നമ്മുടെ റാഗി ഉപയോഗിച്ചിട്ടാട്ടോ നമ്മൾ ഈ ഡ്രിങ്ക് ഒന്ന് റെഡിയാക്കി എടുക്കുന്നത്. ഇതുപോലെ എല്ലാവരും മിസ് ചെയ്യാതെ ട്രൈ ചെയ്ത് നോക്കി കുട്ടീസിനൊക്കെ കൊടുത്ത് ഹാപ്പി ആയിട്ട് ഇരുന്ന് കഴിക്കാം. ഫ്രിഡ്ജിലൊക്കെ വെച്ച് ഒന്നും കൂടി ഒന്ന് തണുപ്പിച്ചിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പൊ കണ്ടു നോക്കിയാലോ എങ്ങനെ നമ്മുടെ റെസിപ്പി ചെയ്തെടുക്കുന്നത്. അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ നമ്മൾ പഞ്ചസാര ഉപയോഗിക്കുന്നില്ല. അതിന് പകരമായിട്ട് ഈന്തപ്പഴം ഓട്ടോ എടുത്തിരിക്കുന്നത്. ഞാനൊരു 10-15 ഈന്തപ്പഴം എടുത്തിട്ടുണ്ട്. മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. കുരുവൊക്കെ കളഞ്ഞ് മറ്റൊരു ബൗളിലേക്ക് മാറ്റി കൊടുത്തിരിക്കുന്ന കേട്ടോ. ഇനി ഒരു 1/2 കപ്പ് ചെറു ചൂടുവെള്ളം നമുക്ക് ഈ ഈന്തപ്പഴത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഒരു 10 മിനിറ്റ് ഒന്നും കൂടെ കുതിർന്ന് വരാനായിട്ട് വെയിറ്റ് ചെയ്യാവേ. നല്ല ചൂടുള്ള വെള്ളമൊന്നും വേണ്ട, ഒരു ചെറു ചൂടുവെള്ളം അത്രമാത്രം മതി. അപ്പൊ അതവിടെ ഇരുന്ന് ഒരു 10 മിനിറ്റ് നന്നായിട്ട് തന്നെ ഒന്നും കൂടെ കുതിർന്ന് വരട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് റാഗി ഒന്ന് വേവിച്ചെടുക്കാം. അതിന്റെ ഒപ്പം തന്നെ ഞാനൊരു 1.5 ടേബിൾ സ്പൂൺ ചിയാ സീഡ് ഒരു 1/2 കപ്പ് വെള്ളത്തിൽ നല്ലോണം തന്നെ ഒന്നുകൂടെ മിക്സ് ആക്കി ഒരു 10-15 മിനിറ്റ് കുതിർന്ന് വരാനായിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ ഈന്തപ്പഴം അതേപോലെ തന്നെ ചിയാ സീഡും ഒക്കെ നന്നായിട്ട് തന്നെ ഒന്നുകൂടെ കുതിർന്ന് വരുന്ന സമയം കൊണ്ട് റാഗിയൊക്കെ ആണെന്നുണ്ടെങ്കിലും ശരിക്കും ഇങ്ങോട്ട് വെന്ത് വന്നോളും. അപ്പൊ അതവിടെ ഇരുന്ന് ഒന്ന് സെറ്റായി വരട്ടെ. ഇനിയിപ്പോൾ റാഗി ഒന്നും കൂടെ വേവിച്ചെടുക്കണം. അതിനായിട്ട് ഒരു 2.5 ടേബിൾ സ്പൂൺ റാഗി പൗഡർ ആട്ടോ എടുത്തിരിക്കുന്നത്. അത് നോൺ സ്റ്റിക്കിന്റെ ഒരു പാനിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 കപ്പ് വെള്ളം ചേർത്ത്, ചെറു ചൂടുവെള്ളമൊന്നുമല്ല, സാധാരണ വെള്ളം തന്നെയാണ് ചേർത്ത് നന്നായിട്ട് തന്നെ കട്ടകളൊന്നുമില്ലാതെ ശരിക്കും ഒന്നുകൂടെ മിക്സ് ആക്കി അടുപ്പത്തേക്ക് വെച്ച് നല്ലോണം തന്നെ ഒന്നും കൂടെ കുറുക്കിയെടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ റാഗി പൗഡർ മാത്രം മതിയാവും. 1 കപ്പ് വെള്ളവും കൂടി ചേർത്ത് കട്ടകളൊന്നുമില്ലാതെ നന്നായിട്ട് തന്നെ മിക്സ് ആക്കി എടുക്കുക. അതിനുശേഷം നേരെ അടുപ്പത്തേക്ക് വെച്ച് ശരിക്കും ഒന്നും കൂടെ വേവിച്ച് കുറുക്കിയെടുക്കലാണ് ചെയ്യുന്നത്. റാഗി വെന്ത് വരാനായിട്ട് ഒരുപാട് സമയമൊന്നും വേണ്ടി വരില്ല കേട്ടോ. പെട്ടെന്ന് തന്നെ ഇങ്ങോട്ട് വെന്ത് വന്നോളും. നല്ലോണം തന്നെ ഒന്നും കൂടി ചൂടായി വന്നതിന് ശേഷം ഗ്യാസിന്റെ ഫ്ലെയിം ഒരു മീഡിയം അല്ലാന്നുണ്ടെങ്കിൽ ലോ ഫ്ലെയിമിൽ വെക്കണം കേട്ടോ. ഹൈ ഫ്ലെയിമിൽ വെച്ച് ഒരുപാട് നേരം ചെയ്യേണ്ട, പെട്ടെന്ന് അങ്ങോട്ട് അടുക്കി പിടിക്കും. നന്നായിട്ട് തന്നെ ഒന്നുകൂടി കുറുകി വന്ന് തുടങ്ങിയിട്ടുണ്ട്. കൈയെടുക്കാതെ തന്നെ ഇതേപോലെ ഇളക്കി കൊടുക്കുക. കണ്ടതാ, ശരിക്കും ഒന്നും കൂടെ കുറുകി ശരിക്കും സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇത് മതി. നമ്മുടെ റാഗിയൊക്കെ ആണെന്നുണ്ടെങ്കിലും അത്യാവശ്യം നന്നായിട്ട് വെന്ത് കളറൊക്കെ മാറി വന്നിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് വലിയ ചൂടൊന്ന് ആറാനായിട്ട് വെയിറ്റ് ചെയ്യാം. പെട്ടെന്ന് തന്നെ ചൂടാറി വന്നോളും, ഒരുപാട് സമയമൊന്നും വേണ്ടി വരില്ല. ഏറ്റവും കൂടി പോയി കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റിനുള്ളിൽ ഇതൊക്കെ റെഡി ആയിട്ട് വന്നോളൂ കേട്ടോ. അപ്പോൾ അതവിടെ നിന്ന് ചൂടൊന്ന് ആറി വരട്ടെ. നമ്മൾ ആദ്യം മധുരത്തിന് വേണ്ടിയിട്ട് പഞ്ചസാരയ്ക്ക് പകരം ഈന്തപ്പഴം ചേർത്ത് കൊടുത്ത പോലെ ഫുഡ് കളറിന് പകരമായിട്ട് ബീട്രൂട്ട് ആട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ബീട്രൂട്ട് ഒരു ചെറിയൊരു ബീട്രൂട്ട് മാത്രം എടുത്താൽ മതി, ഒരുപാട് വലുതൊന്നും വേണ്ട. മിക്സിയുടെ ജാറിലേക്ക് ചെറുതായിട്ട് ഒന്നുകൂടെ കട്ട് ചെയ്ത് ഒരു 1/4 കപ്പ് വെള്ളവും കൂടി ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്നുകൂടെ അരച്ചെടുക്കാം. അതിനുശേഷം ഒരു അരിപ്പയിലൂടെ കുറച്ചും കൂടി വെള്ളം ചേർത്ത് നല്ലോണം തന്നെ ഒന്നുകൂടി ജ്യൂസാക്കി മാറ്റി വെക്കലാണ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഇതെല്ലാം കൂടി മിക്സിയുടെ ജാറിൽ നമുക്ക് നന്നായിട്ട് തന്നെ ഒന്നും കൂടെ അടിച്ചെടുക്കണം. അതിനായിട്ട് ഒരു 10-15 ബദാമോ അല്ലാന്നുണ്ടെങ്കിൽ കാഷ്നട്ടോ നല്ലോണം തന്നെ ഒന്നും കൂടെ കുതിർത്ത് മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കാവേ. കൂടെ തന്നെ നമ്മൾ കുതിർത്തി വെച്ചിരിക്കുന്ന ഈന്തപ്പഴവും കൂടി ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്നും കൂടെ അരച്ചെടുക്കുന്നുണ്ട്. കണ്ടോ, ഇതേപോലെ തന്നെ ഒട്ടും തന്നെ കട്ടകളൊന്നുമില്ലാതെ നന്നായിട്ട് തന്നെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇത് മതി. ഇതിലേക്കാണ് നല്ലോണം തണുത്ത് കട്ടിയായിട്ട് വന്നിരിക്കുന്ന റാഗിയും കൂടി ചേർത്ത് കൊടുക്കുന്നത്. നല്ലോണം തണുത്ത് കഴിഞ്ഞപ്പോൾ റാഗി ഒന്നും കൂടി ഒന്ന് കട്ടിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ ആ റാഗി മുഴുവൻ നമ്മുടെ മിക്സിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മളിങ്ങനെ അടിച്ചെടുക്കാൻ നേരത്തെ വേണമെന്നുണ്ടെങ്കിൽ കയ്യിൽ ചെറുപഴം ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരെണ്ണം ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ ഹോർലിക്സോ ബൂസ്റ്റോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ ഒക്കെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് അടിച്ചെടുത്താലും കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവും. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്താൽ മാത്രം മതി കേട്ടോ. നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ബീറ്റ്റൂട്ടിന്റെ ജ്യൂസും അതേപോലെ തന്നെ നന്നായിട്ട് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് 1 കപ്പ് പാലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആദ്യമേ നമ്മുടെ ബീറ്റ്റൂട്ടിന്റെ ജ്യൂസും അതേപോലെ തന്നെ പാലും കുറച്ച് ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്നും കൂടെ അടിച്ചെടുത്തുകൊണ്ട് വരാം. ഇതുപോലെ കണ്ടോ, കളറൊക്കെ മാറി നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ കയ്യിൽ പഴമോ അതേപോലെ തന്നെ ബൂസ്റ്റോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കുട്ടീസിനൊക്കെ കഴിക്കാൻ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അതൊക്കെയും ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. ഇനി നമ്മുടെ ബാക്കി വന്ന ബീറ്റ്റൂട്ടിന്റെ ജ്യൂസും അതേപോലെ തന്നെ ഞാൻ 2 കപ്പ് പാലാട്ടോ എടുത്തിരിക്കുന്നത്. അതായത് 1/2 ലിറ്റർ പാലാണ് എടുത്തിരിക്കുന്നത്. നല്ലോണം തന്നെ ഫ്രിഡ്ജിൽ വെച്ച് ശരിക്കും തണുപ്പിച്ചെടുത്തതാണ്. അപ്പോൾ ബാക്കി പാലും കൂടി ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്നും കൂടെ മിക്സ് ആക്കി എടുക്കാം. അപ്പോൾ മധുരം നോക്കുക, കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഈന്തപ്പഴം നല്ലോണം തന്നെ ഒന്നും കൂടെ അടിച്ച് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ ഏറ്റവും ലാസ്റ്റായിട്ട് നമ്മൾ കുതിർത്തി വെച്ചിരിക്കുന്ന ചിയാ സീഡും കൂടി ചേർത്ത് മിക്സ് ആക്കി നല്ലോണം തന്നെ ഒന്നും കൂടി ഒന്ന് തണുപ്പിച്ചിട്ട് സെർവ് ചെയ്ത് കഴിച്ചാൽ മാത്രം മതിയാവും. ഏറ്റവും സിമ്പിളായിട്ടും നല്ല ഹെൽത്തി ആയിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റാവുന്ന ഈസി ആയിട്ടുള്ള ഡ്രിങ്ക് തന്നെയാണ്. എല്ലാവരും മിസ് ചെയ്യാതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ പഴവും അതേപോലെ തന്നെ ബൂസ്റ്റോ ഹോർലിക്സോ ഒക്കെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുത്താൽ കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ഉണ്ട്.
അപ്പോൾ എല്ലാവരും മിസ് ചെയ്യാതെ നമ്മുടെ റാഗി ഉപയോഗിച്ചുകൊണ്ടുള്ള ഈ ഡ്രിങ്ക് ട്രൈ ചെയ്ത് നോക്കുക. കമൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ മറക്കാതെ അറിയിക്കണേ. കൂടെ തന്നെ വീഡിയോ റെസിപ്പിക്ക് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് ഷെയറും കൂടി ചെയ്യാനും ആദ്യമായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലും കൂടി സബ്സ്ക്രൈബ് കൂടി ചെയ്യാനായിട്ട് മറക്കല്ലേ. അപ്പം നമുക്ക് ഇതേപോലുള്ള പുതിയ നല്ല അടിപൊളി വീഡിയോസും റെസിപ്പീസൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവരും ഹാപ്പി ആയിട്ട് ഹെൽത്തി ആയിട്ട് സേഫ് ആയിട്ടിരിക്കുക. ബൈ.